ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മേരിക്കുട്ടി ടീച്ചറും ജോണും സോമൻ സാറും ടീച്ചറമ്മയെ കാണാൻ എത്തിയിരിക്കുകയാണ്. മോഹൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ടീച്ചറമ്മ അവരെ അറിയിക്കുന്നുണ്ട്. റീജോയിനിങ് ചെയ്യാൻ സമ്മതിക്കില്ലെന്നാ അയാളുടെ ഭീഷണി. അയാൾ എന്ത് ചെയ്യാനും മടിയില്ലാത്ത ആളാ സാർ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യാനാ ടീച്ചർ എന്ന് സോമൻ സാറും. അയാൾ എന്നെ എന്തെങ്കിലും ചെയ്താൽ പ്രശ്നമില്ല, ആരെ ഉപദ്രവിച്ചാലാണ് എനിക്ക് വേദനയുണ്ടാവുക എന്ന് നോക്കിയേ അയാൾ നീങ്ങൂ. അയാൾ എന്തും ചെയ്യുമെന്ന് ടീച്ചറമ്മയും. റീജോയിനിങ് സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ടീച്ചർ? ഓൺ ഓർ ബിഫോർ 26 എന്നല്ലേ ഓർഡർ എന്ന് സോമൻ സാർ ചോദിക്കുമ്പോൾ അതെ സാർ, അത് കുറച്ചൊന്ന് നീട്ടിവെക്കാൻ പറ്റിയ എന്ന് ടീച്ചറമ്മയും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഡേറ്റ് ഇട്ടൊരു ഓർഡർ അല്ലേ ടീച്ചർ, ഡേറ്റ് മാറണമെങ്കിൽ തന്നെ വേറൊരു ഓർഡർ വേണ്ടി വരും എന്ന് സോമൻ സാർ പറയുമ്പോൾ നീ എത്ര തവണ ഡേറ്റ് മാറ്റും? ആ ഒരു സ്കൂൾ നിനക്ക് വേണ്ടി കാത്തിരിക്കല്ലേ, അന്നേരം ഒരു മുട്ടാപ്പോക്ക് പറയുന്നു എന്ന് മേരിക്കുട്ടി ടീച്ചറും വഴക്ക് പറയുന്നുണ്ട്. കോടതി വിധി പാലിച്ച് മുന്നോട്ട് പോവുകയാണല്ലോ ടീച്ചർ ചെയ്യേണ്ടത്. അതിനാര് തടസ്സം നിന്നാലും നമ്മൾ നിയമപരമായി തന്നെ നേരിടും. ഇതിപ്പോ ടീച്ചറെ ജോയിൻ ചെയ്യിച്ച് ഞാൻ കൺസേൺ അതോറിറ്റിയെ ഇൻഫോം ചെയ്യണ്ടേ എന്ന് സോമൻ സാർ ചോദിക്കുമ്പോൾ അറിയാം സാർ, ഞാൻ ജോയിൻ ചെയ്യാതിരിക്കാൻ അയാൾ എന്ത് കളിയും കളിക്കും എന്ന് ടീച്ചറമ്മ ആദ്യയോടെ പറയുമ്പോൾ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കളിയും കളിക്കും, അതല്ലേ ടീച്ചറെ സ്പിരിറ്റ് എന്ന് ജോണും ചോദിക്കുന്നുണ്ട്. എനിക്ക് സ്പിരിറ്റിന് ഒരു കുറവുമില്ല ജോണെ, പക്ഷേ അയാളെ എനിക്ക് അത്രയ്ക്ക് അറിയാവുന്നത് കൊണ്ടാ ഭയം എന്ന് സരസ്വതി പറയുമ്പോൾ പഴയ സരസ്വതി അല്ലെന്ന് പറഞ്ഞ് മോഹനെ ഈ പടി ചവിട്ടിക്കാതിരുന്ന ആളല്ലേ നീ? ഒരിക്കലും പുറം ലോകം അറിയാൻ സാധ്യതയില്ലാത്ത അയാളുടെ പേരിലുള്ള 2 കൊലപാതകങ്ങൾ നീയല്ലേ പുറം ലോകത്തെ അറിയിച്ച് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത്? ആ പുതിയ സരസ്വതിയുടെ ചങ്കൂറ്റം നീ ഇനിയൊന്ന് കാണിക്കേ എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട്. ചങ്കൂറ്റത്തിനൊന്നും ഒരു കുറവുമില്ല മേരി, അയാള് എന്നോടുള്ള പക പോക്കാനാ ഉറപ്പായും ജയിലിൽ ചാടിയത്. അയാൾ ഇനി ചെയ്യുന്നത് ചെറുതൊന്നും ആവില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നെ തകർക്കാൻ എന്റെ വേണ്ടപ്പെട്ടവരെ അയാൾ ഇരയാക്കും. അതാ എന്റെ പേടിയെന്ന് ടെൻഷനോടെ ടീച്ചറമ്മ പറയുമ്പോൾ ത്രെറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് റീജോയിനിങ് മാറ്റിവെക്കാനൊന്നും വകുപ്പില്ല ടീച്ചർ എന്ന് സോമൻ സാറും. നമുക്ക് റീജോയിനിങ് ചെയ്യാൻ ടീച്ചർ, പാരലായിട്ട് പോലീസ് പ്രൊട്ടക്ഷനിൽ കാര്യങ്ങൾ നീക്കാം എന്ന് ജോൺ പറയുമ്പോൾ ജോണെ എന്റെ സുരക്ഷയല്ല പ്രശ്നം, ഞാനുമായി അടുപ്പമുള്ള ആരെ അയാൾ ടാർഗറ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. എടീ നീ ആവശ്യമില്ലാതെ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്, അതാ ഇപ്പോഴത്തെ പ്രശ്നം. ഞാൻ ഏതായാലും ശിവരാമേട്ടനോട് നിന്നെ ജോയിൻ ചെയ്യിപ്പിക്കാനായി വിളിച്ചു വരാൻ പറയുന്നുണ്ട് എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ടീച്ചർ ധൈര്യമായിട്ടിരിക്കെ, ഇതിനായിട്ടല്ലേ നമ്മൾ ലീഗലി ഇത്രയും ഫൈറ്റ് ചെയ്തതെന്ന് ജോണും. അതെ അതെ, വേറൊരു ചിന്തയും വേണ്ട ടീച്ചറെ, എത്രയും പെട്ടെന്ന് റീജോയിനിങ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്ക്. സ്കൂളിന്റെയും നാടിന്റെയും പൂർണ്ണ പിന്തുണ ടീച്ചർക്കൊപ്പമുണ്ട് എന്ന് സോമൻ സാർ ധൈര്യം പകരുമ്പോൾ ടീച്ചർ അമ്മയും അത് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് സന്തോഷിനെ സൈക്കട്രിസ്റ്റായ മാത്യു സിറിലിന്റെ സെന്ററിൽ എത്തിക്കുന്നുണ്ട്. ഡോക്ടർ സന്തോഷിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആനന്ദിനോടായി ആനന്ദിന്റെ ബ്രദർ ആണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ ഡോക്ടർ, ഇപ്പോ ചെറിയൊരു വിഇഒ ആണ് എന്ന് ആനന്ദും പറയുന്നുണ്ട്. എന്താ സന്തോഷിന്റെ കേസ് എന്ന് ഡോക്ടർ നടേശനോടായി ചോദിക്കുമ്പോ 1 വർഷം ആവുന്നതേ ഉള്ളൂ സന്തോഷിന്റെ കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷേ അത് വിജയിച്ചില്ല, അത് മ്യൂച്വൽ ഡൈവേഴ്സിലേക്ക് പോയി എന്ന് പറഞ്ഞ് സന്തോഷിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി അറിയിക്കുന്നുണ്ട് നടേശൻ. എല്ലാം കേട്ട് കഴിഞ്ഞ് കുട്ടിക്കാലത്ത് സന്തോഷ് എങ്ങനെയായിരുന്നെന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കേ മണിയും വളരെ പാവം കുട്ടിയായിരുന്നു സാർ, ആരെന്തു പറഞ്ഞാലും കേൾക്കും, യാതൊരു നിർബന്ധവുമില്ല, ആരോടും വഴക്കിടാറുമില്ലെന്ന് പറയുമ്പോൾ സന്തോഷിനെ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിച്ചിരുന്നോ, അല്ലെങ്കിൽ സന്തോഷിന്റെ വാക്കുകളെ തീരുമാനങ്ങളെ നിങ്ങൾ അംഗീകരിച്ചിരുന്നോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അങ്ങനെ കുഞ്ഞുട്ടന്റെ എന്നൊരു നിർബന്ധമൊന്നും ഇവനില്ലായിരുന്നു, ഞങ്ങൾ പറയുന്നത് തന്നെയാ അവന്റെയും കാര്യമെന്ന് മണിയും. ആകെ സമനില തെറ്റിയ അവസ്ഥയിലിരിക്കുന്ന സന്തോഷിനായി ഡോക്ടർ സന്തോഷേ ഇപ്പൊ ഇരിക്കുന്നതേ ഏറ്റവും സുരക്ഷിതമായ സ്പേസിലാണ്, ഒരു ടെൻഷനും വേണ്ട, അടുത്തൊരു സുഹൃത്തിനോട് പറയുന്ന പോലെ കരുതിയാ മതി. സന്തോഷിന് അടുത്ത സുഹൃത്തുക്കൾ കുറച്ചു പേരുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ കുറവാണ് ഡോക്ടർ എന്ന് ആനന്ദും. ഡോക്ടർ വീണ്ടും സന്തോഷേ പ്രിയപ്പെട്ട 2 മനുഷ്യരുടെ ലോകങ്ങൾക്കിടയിൽ പെട്ടുപോയതായി തോന്നുന്നുണ്ടോ? ഏത് വശം പിടിച്ചാലും കുറ്റക്കാരനായി തോന്നുന്നുണ്ടാവും അല്ലേ സന്തോഷേ എന്ന് ചോദിക്കുമ്പോൾ എന്റെ കൊച്ചിന്റെ അസുഖം മാറുമോ ഡോക്ടറെ എന്ന് മണിയും ആദ്യോടെ ചോദിക്കുന്നുണ്ട്. ഈ രോഗാവസ്ഥയിലൂടെ നോക്കിക്കാണുന്ന നമ്മുടെ കാഴ്ചപ്പാടിനാണ് ആദ്യം ചികിത്സ വേണ്ടത്. സ്വന്തം മക്കളെ അവർ വളർന്നാലും പിന്നെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹമല്ല അമ്മ. മരത്തണലിൽ നിൽക്കുന്ന തൈകളുടെ വളർച്ച മുരടിച്ചു പോവും, നന്നായി വളരില്ല. ഈ സമൂഹത്തിൽ ജീവിക്കാൻ അത്യാവശ്യം കുറച്ച് അഭ്യാസമൊക്കെ വേണം. അതിന് ഒരു പരുവം കഴിയുമ്പോൾ പിള്ളേരെ ചിറകിനടിയിൽ നിന്ന് മാറ്റി സ്വയം ജീവിക്കാൻ വിടണം. അവരുടെ ജീവിതം അവരുടെ തീരുമാനങ്ങളിലാവണം. സന്തോഷിന്റെ ലൈഫിന്റെ പ്രശ്നത്തിന് വലിയ കാരണം സന്തോഷിന്റെ ഫാമിലി തന്നെയാ, പ്രത്യേകിച്ച് അമ്മ എന്ന് ഡോക്ടർ പറയുന്നത് കേട്ട് മണി ആകെ പതറുന്നുണ്ട്. നമ്മള് കെട്ടിവരിഞ്ഞിട്ട്
അവരുടെ ലോകം നഷ്ടപ്പെടുത്തിയിട്ടല്ല സ്നേഹം കാണിക്കേണ്ടത്. അതല്ല സ്നേഹമെന്ന് നമ്മൾ അറിയണം. അതുപോലെ അമ്മയുടെ സഹോദരനെ ആക്രമിക്കാൻ നോക്കിയതേ അതൊരു ട്രിഗറിംഗ് ആണ്. തനിക്ക് മേലുള്ള തന്റെ നിയന്ത്രണങ്ങൾ നഷ്ടമാവുന്നു എന്നതാണ് ആ ട്രിഗറിംഗ്. ചില മനുഷ്യരുടെ ഇടപെടൽ ഇപ്പോൾ ഇവരിൽ അസ്വസ്ഥതയുണ്ടാക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറയുമ്പോൾ അത് ശ്രദ്ധിക്കാൻ ഡോക്ടർ എന്ന നടേശനും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സന്തോഷിന് ഇമോഷണൽ ഡിപ്പെൻഡൻസിയാണ് കൂടുതൽ. അത് അമ്മ ഓവർ പ്രൊട്ടക്റ്റീവായി വളർത്തിയിട്ടുണ്ടായ ഒരു ആശ്രയത്വമാണ്. പിന്നെ ഐഡന്റിറ്റി കൺഫ്യൂഷനുമുണ്ട്. ഭർത്താവ് എന്ന റോൾ സ്വന്തം യുക്തിയിൽ തൃപ്തിയായി കൈകാര്യം ചെയ്യാനും ആവുന്നില്ല. പിന്നെ സപ്രസ്ഡ് ആങ്കർ, അത് കുട്ടിക്കാലം മുതൽ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന ദേഷ്യം, അതാണ് ഇപ്പൊ പുറത്തു വന്നത്. പിന്നെ ആങ്സൈറ്റിയും ഡിപ്രഷനും ഉണ്ട്. നമുക്ക് ശരിയാക്കാം. ശരിയാവേണ്ടത് സന്തോഷം മാത്രമല്ല, നിങ്ങളും കൂടിയാണ് എന്ന് ഡോക്ടർ പറയുമ്പോൾ എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞൂട്ടനെ പഴയതുപോലെ എനിക്ക് തരണം ഡോക്ടർ എന്ന് മണിയും ടെൻഷനോടെ പറയുമ്പോൾ പഴയ സന്തോഷിനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അതില്ലാത്ത സന്തോഷാക്കാൻ ട്രൈ ചെയ്യാം. 3 കാര്യങ്ങളാണ് ഞാൻ ചികിത്സയിൽ ഉദ്ദേശിക്കുന്നത്. 1, സന്തോഷിന്റെ ഇൻഡിവിജ്വൽ തെറാപ്പി. പിന്നെ കുറച്ചു നാളത്തേക്ക് മരുന്ന് കഴിക്കേണ്ടി വരും. ഒപ്പം സന്തോഷിന്റെ ഫാമിലിക്ക് കൗൺസിലിംഗും വേണ്ടതുണ്ട്. സന്തോഷിന് അമ്മയുടെ പിന്തുണയാണ് വേണ്ടത്, നിയന്ത്രണങ്ങളല്ല എന്ന് ഡോക്ടർ തീർത്തു പറയുന്നുണ്ട്. അതെ ഡോക്ടർ, എനിക്ക് ഈ നാട്ടുകാരൊന്നും കുഞ്ഞൂട്ടന്റെ രോഗവിവരങ്ങൾ അറിയരുതെന്നുണ്ട്. അതറിഞ്ഞ വിഷമമാവും എനിക്ക്. കുറച്ചു പേർക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാവും. ഇവിടെ തന്നെ ഡോക്ടറിന്റെ ശ്രദ്ധയിൽ അഡ്മിറ്റ് ആക്കിയ ഉപകാരമായിരുന്നു. ഒരാളും അറിയാതെ ഒരാളും ചോദിക്കാതെ എന്ന് മണി പറയുമ്പോ അമ്മയുടെ ഭയം എനിക്ക് മനസ്സിലായി. പക്ഷേ സന്തോഷിന്റേത് അങ്ങനെ ഒളിക്കേണ്ട രോഗമല്ല. സന്തോഷ് ഇപ്പോ നമ്മുടെയൊക്കെ സഹായം വേണ്ട ആളാ. അക്കാര്യം ഓർമ്മയിൽ വേണമെന്ന് ഡോക്ടർ പറയുമ്പോ ആളുകൾ അറിയുന്നത് ഇവന്റെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കില്ലേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞതെന്ന് മണിയും. പേഴ്സണൽ അറ്റൻഷൻ കൊടുത്ത് ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ രോഗമെന്നത് ഒരു കുറ്റമൊന്നുമല്ല. അക്കാര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ശരീരത്തിന് വരുന്ന രോഗങ്ങളെ പോലെ തന്നെ മനസ്സിന്റെ രോഗങ്ങളെയും കാണാൻ കഴിയണം. ഞാൻ എന്തായാലും ഇവിടെ റൂം തരാം. ഞങ്ങളുടെ പേഴ്സണൽ അറ്റൻഷനും ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ കാര്യങ്ങൾ നോക്കാൻ ഒപ്പം നിന്നാ മതി എന്ന് ഡോക്ടർ പറയുമ്പോൾ മണിയും അത് സമ്മതിക്കുന്നുണ്ട്. ഡോക്ടർ അപ്പോഴേക്കും ഒരു സ്റ്റാഫിനെ അങ്ങോട്ട് വിളിച്ച് ഫയൽ കൈമാറിക്കൊണ്ട് സന്തോഷ് ഇവിടെ അഡ്മിറ്റ് ആണ്, ഇവരെ എന്ന് റൂമിലാക്കുന്ന് അവരോടായി പറഞ്ഞ് സന്തോഷിനോടായി സന്തോഷേ ഹാപ്പി ആയിരിക്കൂട്ടോ എന്ന് പറഞ്ഞ് ഞാൻ റൂമിലേക്ക് വന്നോളാം, ചെന്നോളൂ എന്ന് പറയുമ്പോഴേക്കും അവർ സന്തോഷിനെയും കൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. അവർ റൂമിലെത്തി സന്തോഷിനെ ബെഡിലിരുത്തുമ്പോഴേക്കും ഇന്നിനി സന്തോഷ് റെസ്റ്റ് ചെയ്യട്ടെ, മെഡിസിൻ ഉണ്ട്, ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സിസ്റ്ററും അവിടെ നിന്ന് പോകുന്നുണ്ട്. സന്തോഷിനെ ആ ബെഡിലേക്ക് കിടത്തി മണി അവന്റെ നെറുകയിൽ തലോടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ, നീ ഒറ്റ ഒരുത്തിയാ ഇവന്റെ ജീവിതം തുലച്ചത് എന്ന് നടേശൻ ദേഷ്യത്തോടെ പറയുമ്പോ ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് എന്താ അച്ഛാ കാര്യം എന്ന് അച്ഛനോടായി പറഞ്ഞാനത് അമ്മയോടായി അവന്റെ പാട്ടിന് വിടമ്മ എന്ന് പറയുമ്പോ മണി ദേഷ്യത്തോടെ അവനെ ഒന്നും നോക്കിയിട്ട് അവിടെയുള്ള ചെയറിലേക്ക് ഇരിക്കുന്നുണ്ട്. ഫിറ്റ്നസിന്റെ കാര്യവും പറഞ്ഞ് ഇവന്റെ ജോലിക്ക് എന്തെങ്കിലും പറ്റുമോന്നാ എന്റെ പേടി എന്ന് അനന്ത് തന്റെ ടെൻഷൻ അച്ഛനോടായി പറയുമ്പോ അക്കാര്യമൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ആദ്യം ഇവന്റെ ട്രീറ്റ്മെന്റ് നടക്കട്ടെ എന്ന് അച്ഛനും. അവിടെ ബേക്കറിയിൽ ടീച്ചറമ്മയും വീണയും ബില്ലിംഗ് സെക്ഷനിൽ എന്തോ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കെ മഹേഷ് ഒരു ഓർഡർ കോൾ അറ്റൻഡ് ചെയ്ത് അങ്ങോട്ടെത്തുന്നുണ്ട്. ശ്രദ്ധയ്ക്കൊപ്പമുള്ളത് ഇന്ന് വൈകുന്നേരം എത്തിക്കാം സാറേ, അത് എവിടെ വേണേലും എത്തിക്കാം, അതൊക്കെ നിങ്ങളുടെ സൗകര്യ. ഇനി വീട്ടിലാണെങ്കിൽ അവിടെ കൊണ്ടുവരാം, ഇനിയിപ്പോ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ അങ്ങോട്ടെത്തിക്കാം എന്നൊക്കെ അവൻ പറയുന്നത് ടീച്ചറമ്മയും വീണയും ശ്രദ്ധിച്ചോണ്ടിരിപ്പാ. സാറേ എത്തിക്കാം, ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സാർ ഇറങ്ങുന്നതിന് മുന്നേ ഒന്ന് വിളിച്ചാ മതി, എത്തിക്കാം. ഓ ആയിക്കോട്ടെ എന്നൊക്കെ അവൻ പറയുന്നത് കേട്ട് ഇപ്പൊ മഹേഷ് പിടിക്കുന്ന ഓർഡർ കാര്യമായിട്ട് കൂടിയിട്ടുണ്ടെന്ന് അമ്മ സന്തോഷത്തോടെ വീണയോടായി പറയുമ്പോഴേക്കും മഹേഷും ആ കോൾ കട്ട് ചെയ്ത് അമ്മയുടെ അടുത്തേക്ക് വന്ന് ബിസിനസ്സിലെ ഈ ടെക്നിക്ക് ഇപ്പോഴാ പിടികിട്ടിയത്, ഇനി കട പോലും ഇല്ലാതെ എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും എന്നവൻ പറയുന്നത് കേട്ട് ടീച്ചർ അമ്മയും അമ്പരപ്പോടെ അവനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാലമല്ലേ ഇത് എന്ന് മഹേഷ് ചോദിക്കുമ്പോ അത് കടയില്ലാതെ എങ്ങനെ കച്ചവടം നടത്തുമെന്ന് ടീച്ചർ അമ്മയും. ഞാൻ ഈ ഓർഡർ എടുത്തു തുടങ്ങിയപ്പോഴാ ആ വഴി എനിക്ക് മനസ്സിലായത്. ഇപ്പോ ഞാൻ എടുക്കുന്ന ഈ ഓർഡറുകളെ വീട്ടിലിരുന്ന് എനിക്ക് ഡീല് ചെയ്യാൻ പറ്റുമെന്നേ. ആളുകൾ കടയിലേക്ക് വരുന്ന ശീലമൊക്കെ ഇപ്പൊ ശരിക്കും മാറി തുടങ്ങി. ആവശ്യക്കാരിലേക്ക് നമ്മൾ എത്തുന്ന പരിപാടിയാ ഇനി വർക്കാവുക ഒക്കെ മഹേഷ് പറയുന്ന കേട്ട് ഇപ്പോഴാ മഹേഷ് നീ ബിസിനസ് പഠിച്ചത്. നേരത്തെ വെറുതെ ചിലവഴിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നീ അതിനെപ്പറ്റി ചിന്തിക്കുന്നു, പല വഴികളും കണ്ടെത്തുന്നു, അത് വർക്കാവുന്നതിൽ സന്തോഷിക്കുന്നു എന്നമ്മ അവനെ അഭിനന്ദിക്കുമ്പോ അത് അമ്മ പറഞ്ഞത് ശരിയാ. പിന്നെ നമ്മുടെ സാധനങ്ങള് കടയിലൂടെ അല്ലാതെ തന്നെ ബൾക്കായിട്ട് പോകുന്ന സാധ്യതകളാ ഞാൻ ഇപ്പോ ആലോചിക്കുന്നത് എന്ന് മഹേഷ് പറയുമ്പോ അത് കൊള്ളാം, നല്ല ആശയമാ, സാധനം നന്നായിട്ട് മൂവ് ചെയ്യല്ലോ എന്ന് അമ്മയും സന്തോഷത്തോടെ പറയുന്നുണ്ട്. കുറെ കല്യാണ ടീമുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഉപ്പേരിയും ചിപ്സിനുമൊപ്പം സദ്യയിൽ നമ്മുടെ ഉണ്ണിയപ്പം കൂടി വെക്കുന്ന പരിപാടി ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്.
അമ്മേ അത് ട്രെൻഡായാലേ ഒരു കല്യാണത്തിന് തന്നെ 1000 ഉണ്ണിയപ്പം പോവും. ഇതിലൊന്നാ ഇന്ന് വൈകുന്നേരം ഞാൻ ഡെലിവറി പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ഓമനമ്മയും അങ്ങോട്ടെത്തുന്നുണ്ട്. അമ്മേ ഇനിയിപ്പോ നമുക്കൊരു ഡെലിവറി ബൈക്ക് കൂടി വേണം എന്ന് മഹേഷ് പറയുമ്പോ അതിപ്പോ കുഞ്ഞുയുടെ വണ്ടി ഉപയോഗിക്കാലോന്ന് ടീച്ചർ അമ്മയും. തൽക്കാലം അത് മതി, എന്നാലും നമ്മുടെ ഡെലിവറി സംവിധാനം ആക്റ്റീവ് ആക്കണം എന്ന് മഹേഷ് പറയുമ്പോ അത് നീ എന്താന്ന് നോക്കിയിട്ട് ചെയ്യ് മഹേഷ് എന്ന് ടീച്ചർ അമ്മയും. അത് ചെയ്യാം. പിന്നെ നമ്മുടെ മധുരം കേക്കിനെ ഇപ്പൊ നല്ല ഡിമാൻഡാ. ഞാൻ കുറച്ച് ക്രിസ്ത്യൻ മാരേജിലേക്ക് കേക്കിന്റെ ഓർഡർ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് മഹേഷ് പറയുന്നത് കേട്ട് നിന്റെ കയ്യിൽ ബേക്കറി ഇരുന്നതിലും ആത്മാർത്ഥത ഇപ്പൊ നിനക്കുണ്ട്. ഇഷ്ടത്തോടെ അറിഞ്ഞ് ബിസിനസ് ചെയ്ത അതിന്റെ ഫലം ഉറപ്പായും കിട്ടും എന്നമ്മ അഭിനന്ദിക്കുമ്പോ പഴയതുപോലെ അല്ല ടീച്ചറെ. ടീച്ചർ വന്നതിന്റെ ഐശ്വര്യവും ചിട്ടയും നമ്മുടെ ബേക്കറിക്കുണ്ട് എന്ന് ഓമനമ്മയും സന്തോഷത്തോടെ പറയുമ്പോ അതെ ഓമനമ്മേ, ശമ്പള ദിവസം എന്നെ ഇങ്ങനെ പുകഴ്ത്തിന്ന് കരുതി ഇൻസെന്റീവ് ഒന്നും കിട്ടില്ല കേട്ടോ എന്ന് പറയുമ്പോ അയ്യോ ഓമനമ്മയ്ക്ക് പണിക്കാശ് മാത്രം മതിയേ. ഞാനുള്ള കാര്യമാ പറഞ്ഞത്. നമ്മുടെ പഴയ മുതലാളി മാറിയില്ലേ, നന്നായിട്ട് മാറി. എന്ത് കണ്ടാലും ഓമന ഉള്ളത് പറയും എന്ന് പറഞ്ഞ് ഓമനമ്മ പോവാൻ തുടങ്ങുമ്പോഴേക്കും അല്ല ഓമനെ നിക്ക്, ഞാനേ ശമ്പളം അങ്ങ് തന്നേക്കാം എന്ന് പറഞ്ഞ് ഓമനമ്മയുടെ ശമ്പളം എടുത്തു കൊടുക്കുമ്പോഴേക്കും മഹേഷ് പോവാൻ തുടങ്ങുന്ന കണ്ട് മഹേഷേ പോവല്ലേടാ, നിക്ക് നിനക്കും തരാമെന്ന് ടീച്ചർ അമ്മയും. ഓമനമ്മയ്ക്ക് കാശ് കൊടുക്കുമ്പോഴേക്കും ഓമനമ്മ പോവാൻ തുടങ്ങുന്ന കണ്ട് എണ്ണി നോക്കുന്ന ടീച്ചർ അമ്മയും. എനിക്ക് എണ്ണാനൊന്നുമില്ല, അതുണ്ടാവും, അതെനിക്കറിയാമെന്ന് ഓമനമ്മ പറയുമ്പോ അതല്ല, കാശ് പ്രത്യേകിച്ചും നമ്മുടെ കൂലിയും ശമ്പളവും എണ്ണി തന്നെ വാങ്ങണം എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഓമനമ്മ അവിടെ നിന്ന് കാശ് എണ്ണി തുടങ്ങുന്നുണ്ട്. അപ്പോ എങ്ങനെയാ, ഓക്കെ അല്ലേ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോ ഓമനമ്മയും അത് സമ്മതിച്ച് ചിരിയോടെ അവിടുന്ന് പോകുമ്പോഴേക്കും ടീച്ചറമ്മ എഴുന്നേറ്റ് മഹേഷിന്റെ നേരെ അവന്റെ ശമ്പളം നീട്ടുന്നുണ്ട്. അവനാ കാശ് വാങ്ങിച്ച് അമ്പരപ്പോടെ നോക്കിക്കൊണ്ട് അയ്യോ അമ്മേ ഇത് ശരിക്കും കൂടുതലാണല്ലോ എന്ന് ചോദിക്കുമ്പോ അതിനുള്ള ബിസിനസ് നീ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഇൻസെന്റീവ് വന്ന് അമ്മ പറയുന്നത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന മഹേഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മറ്റൊരാൾക്ക് വേണ്ടി ജീവിച്ചു തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതമെന്ന് വീണയെ അമ്മ ഉപദേശിക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.